പലതരം ചേരുവകൾ. ഇന്ന് നമുക്ക് ഹെൽത്തി ആയ രീതിയിൽ മയോണൈസ് തയ്യാറാക്കാം കേട്ടോ. പൊട്ടാറ്റോ ഉപയോഗിച്ചാണ് തയ്യാറാക്കുന്നത്, മുട്ടയൊന്നും വേണ്ട. അതുപോലെ തന്നെ വളരെ കുറച്ച് മാത്രം ഓയിൽ നമ്മൾ ഒഴിക്കുന്നുള്ളൂ. ഒരു വലിയ പൊട്ടാറ്റോ എടുത്താൽ തന്നെ നമുക്ക് ആവശ്യത്തിന് ഇത് ഉണ്ടാവും കേട്ടോ. അപ്പൊ പൊട്ടാറ്റോ മയോണൈസ് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ കുഞ്ഞു പൊട്ടാറ്റോ ആയിട്ട് എടുത്തേക്കുന്നത് 3 പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. കുറച്ച് ഉപ്പും കൂടി കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. കുക്കറിൽ ഒരു 3-4 വിസിൽ മതിയാവട്ടെ ഇത് വെന്ത് കിട്ടാനായിട്ട്. ചൂടാറിയ ശേഷം തൊണ്ടൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. പൊട്ടാറ്റോയ്ക്ക് ഒരു പശപശപ്പ് ഉള്ളതുകൊണ്ട് ഡയറക്റ്റ് മിക്സിയുടെ ജാറിലിട്ട് നമ്മൾ അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അടിഞ്ഞ് കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ച ശേഷം മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം നമുക്ക്. പൊട്ടാറ്റോ അടിച്ചത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4-5 വെളുത്തുള്ളി നന്നാക്കിയത് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ പാൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. 6-7 ടേബിൾ സ്പൂൺ പാലാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. പശുമ്പാലാട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് വെജിറ്റബിൾ ഓയിലാണ്. 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ വരെ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ. ഞാനിപ്പോ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം എല്ലാരും കൂടി. നല്ല ബലത്തിലാണ് ഇരിക്കണേ. 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടി ഒഴിച്ചെടുത്ത് വീണ്ടും അടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ അടിച്ച് ഇതൊരു നല്ല സ്മൂത്ത് ആക്കി എടുക്കണം. നല്ലൊരു സ്മൂത്ത് ആയ ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ പഞ്ചസാരയും പിന്നെ 1/2 ടീസ്പൂൺ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാനും കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ കുരുമുളക് മുഴുവനായിട്ടാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇടാം കേട്ടോ. നന്നായിട്ട് അരച്ചെടുക്കാം. പിന്നെ വൈറ്റ് കുരുമുളക് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ. അപ്പൊ കളർ മാറില്ല. ഞാനിപ്പോ ഇട്ടില്ല, കളർ മാറാൻ വീഡിയോയിൽ എടുക്കുമ്പോ കുരുമുളകിന്റെ കളർ മാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടാണ്ടിരുന്നത്. കുരുമുളക് ഇടുമ്പോ നല്ലൊരു ടേസ്റ്റ് ആട്ടോ. അങ്ങനെ നമ്മുടെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഫ്രൈഡ് റൈസ്, മന്തി എല്ലാത്തിന്റെയും കൂടെ നമുക്കിത് കഴിക്കാം കേട്ടോ. എഗിന്റെ മയോണൈസ് ഒരു ദിവസത്തിൽ കൂടുതലൊന്നും നമുക്ക് വെക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഈ ഒരു മയോണൈസ് നിങ്ങൾക്ക് 2-3 ദിവസം ഫ്രിഡ്ജിലൊക്കെ വെക്കാം കേട്ടോ. താങ്ക് യു.